എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. ഇതാണ് എനിക്കുള്ള രണ്ടാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് എനിക്ക് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മയുടെ ഫാമിലി കൊടുവള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫാമിലിയിലുള്ള പെൺകുട്ടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ നമ്മളിങ്ങനെ വിരുന്ന് പോയ സമയത്ത് അപ്പോൾ ഉമ്മ പറഞ്ഞു, ഓ എൻ്റെ മക്കളൊന്നും ആരും വന്ന് കെട്ടിക്കൊണ്ടുപോകില്ലല്ലോ, കാണാൻ ഭംഗിയൊന്നും ഇല്ലല്ലോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട വീട്ടിലത്താണെങ്കിലും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നല്ല നല്ല ക്യാഷുള്ള ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും അപ്പം കെട്ടിക്കൊണ്ടുപോകും. പക്ഷേ ഞങ്ങളുടെ അടുത്തേക്ക് ആരും വരില്ല. മീൻസ് അപ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കൾ അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആരും അങ്ങനെ വരില്ലല്ലോ. അപ്പം എന്തായെന്നറിയോ, എനിക്ക് ഓൾറെഡി ഉള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. ഞാൻ അത്ര റിച്ച് ഫാമിലി അല്ല, ഇത്രയും കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ഉള്ളോട്ട് വലിയുന്നൊരു സ്വഭാവം എനിക്ക് ഓൾറെഡി ഉണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് രണ്ടാമത്തെ ഒരു കോംപ്ലക്സും കൂടി കിട്ടിയ എന്നെ കാണാൻ ഭംഗിയില്ല, പെട്ടെന്ന് ആരും അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകില്ല. ആ സമയത്തേക്ക് കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴേക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മീൻസ് നമുക്കൊന്നും സാമ്പത്തികമില്ല, രണ്ട് കാണാൻ ഭംഗിയില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു കോംപ്ലക്സ് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എനിക്കൊരു ലവ് അഫെയർ ഉണ്ടാവുന്നത്. ഞങ്ങൾ കാണാതെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. സംസാരിച്ചിട്ടാണ് നമുക്ക് താല്പര്യം വന്നത്. അപ്പം ഈ സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, മീൻസ് എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഞാനൊരു ആവറേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അവസാനം നമ്മുടെ കല്യാണം കഴിഞ്ഞു. ചില കാരണത്താൽ അവരുടെ വീട്ടിൽ ആരും വന്നിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടുകാരാണ് കല്യാണം കഴിച്ചു തന്നത്. എൻ്റെ വാശിപ്പുറത്ത് എനിക്ക് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നിക്കാഹ് കഴിച്ചു തന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഫാമിലിയിലത്തെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലത്തെ 1-2 പേര് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്ത് ഇവർ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോലവും ഇല്ല അവളെ കാണാൻ, എന്ത് കണ്ടിട്ടാണ് അവന് ഇത്രയും സാഹസമൊക്കെ എടുത്ത് അവളെ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാവുന്നില്ലയാണ്, ഇനി മാത്രം ഒന്നുമില്ല അവളെ കാണാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞ 1-2 ആളുകൾ എനിക്കറിയാം. പിന്നീട് ഞാൻ അവിടെ ഫാമിലിയിൽ പോയ സമയത്ത് ഞാൻ അവരെ ഡയറക്റ്റ് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ഈ പറഞ്ഞ കാര്യം എനിക്കറിയാമെന്നുള്ള അവർക്ക് അറിയില്ല. പിന്നീട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മോളുണ്ടായി, ഒരു 1.5 വയസ്സൊക്കെ ആയതിൻ്റെ ശേഷമാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ പോയത്. പിന്നെ ഞാൻ പോയ സമയത്ത് ഫസ്റ്റ് ഡേ ഞാൻ പോയി പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ ഇങ്ങനെ പോയി ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ജസ്റ്റ് എൻ്റെ ബ്രസ്റ്റിൽ പിടിച്ച് വയറിലും പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, ഒന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞു. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫീഡിങ് മദറാണ്. എന്നിട്ട് ആ ഒരു അവസ്ഥയിലും കൂടെ ജസ്റ്റ് എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് പറയാം, ഒന്നും ഇല്ലല്ലേ എന്ന്. അപ്പം ഓൾറെഡി എന്താണ്, എന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ള കോംപ്ലക്സ് ഉണ്ട്. ഈ ആളുകൾ ഇത് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരാൾ എൻ്റെ ബോഡി ടച്ച് ചെയ്തിട്ട് ഒന്നും ഇല്ലല്ലേ എന്നും കൂടെ പറയുന്നത്. അങ്ങനെ ഇരിക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു, 3 കുട്ടികളായി, 8 വർഷമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പേഴ്സൺ വരുന്നത്. അപ്പോൾ ഈ തേർഡ് പേഴ്സൺ വന്ന സമയത്ത് ആ ആളെ കാണാൻ എന്നെക്കാളും ഭംഗിയുണ്ട്, എന്നെക്കാളും ബോഡി പാർട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എന്തായി എന്നറിയോ, ഞാൻ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. കാരണം എന്താ അറിയോ, എൻ്റെ മൈൻഡിൽ ഇത്രയും കോംപ്ലക്സ് ഉണ്ട്, ഇത്രയും ഞാൻ കേട്ട കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു തേർഡ് പേഴ്സൺ വരുന്നത്, അതും എന്നെക്കാളും കാണാൻ ഭംഗിയുള്ള ഒരാൾ വരുന്നത്. അതോടുകൂടി എന്തായെന്നറിയാം, എൻ്റെ കോംപ്ലക്സ് ഫുള്ളി അവിടെതായി. ഓക്കെ, ശരിയാണ്, നീ അങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ മൈൻഡിലേക്ക് വരും. ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഒന്നിനും പറ്റാത്ത ഒരാളാണ് എന്ന് ഞാനന്ന് ഡിസൈഡ് ചെയ്യും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ആ ലൈഫിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം എൻ്റെ ഈ കോംപ്ലക്സ് ആണ് ഫസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഒന്നും കണ്ണാടി നോക്കിയിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, യു ആർ വെരി ഗുഡ് അറ്റ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പം എനിക്ക് ആ കോംപ്ലക്സ് ഇല്ല കേട്ടോ, എന്നാലും ചെറുതായിട്ടുള്ളിലുണ്ട്. പക്ഷേ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ കോംപ്ലക്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ആദ്യം എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ കണ്ണിലൂടെയല്ല നമ്മുടെ സൗന്ദര്യം വരുന്നത്, നമ്മളെ കണ്ണിലൂടെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ.